മക്കളെ, മഹാഭാരത യുദ്ധത്തിൻ്റെ 14-ാം ദിവസം. അഭിമന്യുവധത്തിന് കാരണക്കാരനായ ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത അർജുനന് സൂര്യൻ അസ്തമയപർവ്വതത്തിൽ എത്തിയിട്ടും തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയുന്നില്ല. ജയദ്രഥനെ ദുര്യോധന പക്ഷത്തെ മഹാരഥന്മാർ എല്ലാവരും ചേർന്ന് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെ പാർത്ഥൻ്റെ കണ്ണുകൾ തേടി കണ്ടുപിടിച്ചു. എത്ര സമർത്ഥനായ പോരാളിക്കും ചെന്നെത്താൻ കഴിയാത്തത്ര സുരക്ഷിതമായിട്ടായിരുന്നു സേനാനായകനായ ദ്രോണർ ജയദ്രഥനെ ഒളിപ്പിച്ച് നിർത്തിയിരുന്നത്. ജയദ്രഥൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുന്ന അർജുനനെ കൗരവപക്ഷത്തെ ഓരോ മഹാരഥന്മാരും തടഞ്ഞുകൊണ്ടിരുന്നു. ഇതേസമയം യുദ്ധമുഖത്ത് അതിശക്തമായ പോരാട്ടം നടക്കുകയായിരുന്നു. ദ്രോണരുടെ ശരങ്ങളേറ്റ് യുധിഷ്ഠിരൻ സഹദേവൻ്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. നകുല സഹദേവന്മാരും ദ്രൗപദീപുത്രന്മാരും ഓരോ ഭാഗങ്ങളിൽ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ഭീമസേനൻ അലംബുഷൻ എന്ന രാക്ഷസനുമായി യുദ്ധം ചെയ്തു. ഭീമനാണ് അലംബുഷൻ്റെ സഹോദരനായ ബഗനെ വധിച്ചതെന്ന് ഓർമ്മിച്ചപ്പോൾ അലംബുഷൻ ഭീമസേനോട് ആക്രോശിക്കുന്നു. തൻ്റെ സഹോദരനെ വധിച്ച ഭീമസേനനെ വധിക്കുവാൻ അയാൾ തയ്യാറെടുക്കുന്നു. അതിനായി അയാൾ അന്തർധാനം എന്ന വിദ്യയാണ് പുറത്തെടുത്തത്. അന്തർധാനം എന്ന് പറഞ്ഞാൽ രൂപം മറഞ്ഞ് പോകുക എന്നാണല്ലോ. അപ്പോൾ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന തന്ത്രമാണ് അലംബുഷൻ സ്വീകരിച്ചത്. ഇപ്രകാരം അന്തരീക്ഷത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് അയാൾ ഭീമൻ്റെ നേർക്ക് ശരങ്ങൾ അയക്കുവാൻ തുടങ്ങി. അപ്പോൾ ഭീമൻ അന്തരീക്ഷമാകെ ശരങ്ങൾ കൊണ്ട് മറച്ചു. ഒന്നും കാണാൻ കഴിയാതെ രാക്ഷസൻ തേരിൽ തന്നെ ഇരുന്നു. അതിനുശേഷം സൂക്ഷ്മ ശരീരം സ്വീകരിച്ച് രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയർന്നു. പിന്നീട് ശരീരം വലുതാക്കുവാനും ചെറുതാക്കുവാനും തുടങ്ങി. ഈ വിധത്തിൽ ചെയ്തുകൊണ്ട് അയാൾ പലതരം ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അവയേറ്റ് ഭീമൻ്റെ ധാരാളം സൈനികർ യമലോകത്തേക്ക് പോയി. അപ്പോൾ ഭീമസേനൻ ക്രോധത്തോടെ വിശ്വകർമാസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ഓരോ അസ്ത്രങ്ങളിൽ നിന്നും 100 കണക്കിന് ഉപ അസ്ത്രങ്ങൾ ചിതറി പാഞ്ഞു. അവയേറ്റ് രാജാവെ, അങ്ങയുടെ സൈന്യം അവശരായി പിന്തിരിഞ്ഞു. ഭീമൻ്റെ അസ്ത്രങ്ങൾ അലംബുഷനെയും വെറുതെ വിട്ടില്ല. അയാൾ അസ്ത്രങ്ങളേറ്റ് പിന്തിരിഞ്ഞോടി ദ്രോണാചാര്യരുടെ സൈന്യത്തിൽ കയറിപ്പറ്റി. രാക്ഷസൻ പിന്തിരിഞ്ഞപ്പോൾ കൗരവ സൈന്യം ഭയപ്പെടുകയും പാണ്ഡവർ ആഹ്ലാദഭരിതരാകുകയും ചെയ്തു. രാജാവെ, ഈ അവസരത്തിൽ ഭീമസേനൻ്റെയും ഹിഡുംബിയുടെയും പുത്രനായ ഘടോൽക്കജൻ അലംബുഷനോട് പോരിന് വന്നു ചേർന്നു. 2 രാക്ഷസന്മാരും സിംഹനാദം മുഴക്കിക്കൊണ്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ഇരുവരും മായായുദ്ധത്തിൽ സമർത്ഥരായിരുന്നതിനാൽ പല രൂപങ്ങൾ സ്വീകരിച്ചവർ യുദ്ധം തുടർന്നു. ഘടോൽക്കജൻ്റെ മായാവിദ്യകളെ അലംബുഷൻ നിഷ്പ്രഭമാക്കുന്നത് കണ്ടപ്പോൾ പാണ്ഡവർ കോപത്തോടെ ഒന്നിച്ച് അലംബുഷനോട് എതിർത്തു. ഭീമസേനനും യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും ദ്രൗപദിയുടെ മക്കളും ഒന്നിച്ചു ചേർന്ന് തന്നെയായിരുന്നു അലംബുഷനോട് എതിർത്തത്. പക്ഷേ അലംബുഷൻ ഏകനായി തന്നെ അവരോടെല്ലാം യുദ്ധം ചെയ്തു. പാണ്ഡവരുടെ കൂട്ടത്തോടുള്ള ആക്രമണം ചെറുത്തു നിൽക്കാൻ അലംബുഷന് വളരെ നേരം സാധിച്ചില്ല. അയാൾ അവശനായി സ്തംഭിച്ചു നിന്നു. ഇത് കണ്ട് ഘടോൽക്കജൻ അയാളുടെ രഥത്തിൽ ചാടി കയറി അലംബുഷനെ പിടികൂടി ഞെരിക്കുവാൻ തുടങ്ങി. ഘടോൽക്കജൻ്റെ പ്രഹരത്തിൽ അലംബുഷൻ്റെ അസ്ഥികളെല്ലാം ഒടിഞ്ഞു തകർന്നു. അവശനായ അയാളെ ഘടോൽക്കജൻ തലയ്ക്ക് മുകളിൽ ഉയർത്തിയെടുത്ത് വട്ടം കറക്കി നിലത്തടിച്ചു. അതോടെ പ്രാണൻ പിടിഞ്ഞ അലംബുഷനെ കണ്ട് അയാളുടെ സൈന്യം ഓടി രക്ഷപ്പെടുവാൻ തുടങ്ങി. അവരിൽ പലരും പാണ്ഡവരുടെ ശരങ്ങളേറ്റ് കാലഗതി അടയുകയും ചെയ്തു. രാജാവെ, അലംബുഷൻ്റെ മരണം കൗരവരെ നിരാശപ്പെടുത്തിയെങ്കിലും പാണ്ഡവർക്ക് അത് ആഹ്ലാദത്തിന് കാരണമായി. ധൃതരാഷ്ട്ര ചോദിച്ചു, സഞ്ജയ, സാത്യകി ദ്രോണരോട് ഏറ്റുമുട്ടിയിരുന്നല്ലോ, അവിടെ പിന്നീട് എന്ത് സംഭവിച്ചു? സഞ്ജയൻ പറഞ്ഞു, അതെ, സാത്യകി ആദ്യം കൗരവ സൈന്യത്തോട് ആയിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. അവരെ സാത്യകി തകർക്കുന്നത് കണ്ടാണ് ദ്രോണർ മുന്നോട്ട് വന്ന് അയാളെ എതിർത്തത്. അദ്ദേഹം പ്രയോഗിച്ച അസ്ത്രമേറ്റ് സാത്യകിയുടെ പടച്ചട്ട തകർന്നു. എന്നിട്ടും അയാൾ പിന്മാറാതെ ആചാര്യന് നേരെ ശരങ്ങൾ അയക്കുവാൻ തുടങ്ങി. അതിൽ ചിലത് ദ്രോണരെ മുറിവേൽപ്പിച്ചു. കുപിതനായ
ആചാര്യനയച്ച അമ്പുകളേറ്റ് സാത്യകി സ്തംഭിച്ചുപോയി. അപകടം തിരിച്ചറിഞ്ഞ യുധിഷ്ഠിരൻ പാഞ്ചാല രാജകുമാരനായ ദൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, കുമാരാ, സാത്യകി അപകടത്തിലാണ്. നമുക്കയാളെ കൈവിടാനാവില്ല. നീ വേഗം ഭീമനെയും മറ്റും കൂട്ടിക്കൊണ്ട് സാത്യകയെ സംരക്ഷിക്കൂ. ഞാനും സൈന്യത്തെയും കൂട്ടി ഉടൻ തന്നെ എത്താം. യുധിഷ്ഠിരൻ സൈന്യത്തെയും കൂട്ടി ദ്രോണരോട് യുദ്ധം ചെയ്യുവാൻ എത്തി. പക്ഷേ ആചാര്യൻ്റെ ശരങ്ങളേറ്റ് പാണ്ഡവ സൈന്യം മുന്നോട്ട് നീങ്ങാനാവാതെ സ്തംഭിച്ചു നിന്നു. അവരുടെ കൂട്ടത്തിലെ കുറേ മഹാരഥന്മാർ ദ്രോണരുടെ അമ്പുകൾക്ക് ഇരയായി ജീവൻ വെടിയുകയും ചെയ്തു. പാഞ്ചാലരും പാണ്ഡവരും ആകെ വലഞ്ഞു. തങ്ങൾ സുരക്ഷിതരല്ലെന്ന ബോധം അവർക്കുണ്ടായി. തന്മൂലം സൈനികർ യുദ്ധരംഗത്തു നിന്നും ഒഴിഞ്ഞു പോകുവാൻ തുടങ്ങി. ഈ സമയത്ത് പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുവാൻ തുടങ്ങി. കൃഷ്ണൻ ഉപയോഗിക്കുന്ന ശംഖാണല്ലോ പാഞ്ചജന്യം. ആ ശംഖുലി കേട്ടപ്പോൾ അർജുനന് എന്തോ അപകടം പിണഞ്ഞുവെന്ന് യുധിഷ്ഠിരന് തോന്നി. അദ്ദേഹം സാത്യകിയോട് പറഞ്ഞു, സാത്യകി, നീ ഞങ്ങൾക്കെല്ലാം സുഹൃത്തല്ലേ? ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായി ശ്രീകൃഷ്ണനെയും താങ്കളെയുമാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭഗവാന്റെ ശംഖിൻ്റെ ശബ്ദമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാർത്ഥൻ എന്തോ വിപത്ത് സംഭവിച്ചുവെന്ന് എൻ്റെ മനസ്സ് ശങ്കിക്കുന്നു. അങ്ങനെയെങ്കിൽ അവനെ രക്ഷിക്കാൻ നിനക്കേ കഴിയൂ. അവൻ നിന്റെ സുഹൃത്തും ഗുരുവുമല്ലേ. അതിനാൽ നീ വേഗം പോയി പാർത്ഥനെ സഹായിക്കണം. മന്ത്രജപങ്ങളോടെ ദ്രോണറണിയിച്ച കവചം ധരിച്ച ദുര്യോധനൻ പാർത്ഥനുമായി ഏറ്റുമുട്ടിയതാകാം. അതിനാൽ നീ വേഗം അങ്ങോട്ട് ചെല്ലണം. ഞാൻ ഭീമനെ കൂട്ടി സൈന്യവുമായി തയ്യാറായി നിൽക്കാം. ഒരുപക്ഷെ ദ്രോണർ നിങ്ങളെ പിന്തുടർന്നാൽ ഞങ്ങൾക്ക് തടഞ്ഞു നിർത്താം. ദൃഷ്ടദ്യുമ്ന, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സൈന്ധവ സൈന്യം പാർത്ഥനെ തടയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജയദ്രഥനെ രക്ഷിക്കാൻ വേണ്ടി അവർ ജീവൻ കളയാനും തയ്യാറാകും. ഇന്ന് പ്രഭാതത്തിൽ തന്നെ പാർത്ഥൻ കൗരവ സൈന്യത്തിൽ കടന്നതാണ്. എവിടെയാണെന്നൊരു സൂചനയും ഇല്ല. ജീവിച്ചിരിക്കുന്നോ എന്നുപോലും അറിയില്ല. സമുദ്രം പോലെ പരന്നു കിടക്കുന്ന കൗരവ പടയോട് നേരിടാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. പിന്നെ 3 ലോകങ്ങളും നിന്നെതിർത്താലും തോൽപ്പിക്കാൻ കഴിയാത്ത ശ്രീകൃഷ്ണ ഭഗവാൻ അവൻ്റെ ഒപ്പമുള്ളതാണ് ഏക സമാധാനം. നിങ്ങൾ വേഗം അങ്ങോട്ട് പോകുക. സാത്യകി പറഞ്ഞു, രാജാവേ, പാർത്ഥന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കേണ്ടി വന്നാലും എനിക്കത് ശ്രേയസ്സേ ഉണ്ടാക്കൂ. ഇന്ന് കൗരവ സൈന്യത്തെ മുഴുവൻ തോൽപ്പിക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ജയദ്രഥൻ്റെ മരണവാർത്ത അറിഞ്ഞ ശേഷം മാത്രമേ ഇനി നമ്മൾ തമ്മിൽ കാണുകയുള്ളൂ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പാർത്ഥൻ എനിക്ക് തന്ന ഒരു ആജ്ഞയാണ്. അദ്ദേഹം ജയദ്രഥനെ വധിച്ചു കൊള്ളാമെന്നും പടക്കളത്തിൽ അങ്ങയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളണമെന്നും എന്നോട് അദ്ദേഹം ആജ്ഞാപിച്ചിരുന്നു. ഒപ്പം ദ്രോണരുടെ പ്രതിജ്ഞയെക്കുറിച്ച് എന്നോട് പറയുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ അങ്ങയെ വിട്ടുപോയാൽ പിന്നെ പ്രദ്യുമ്നൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹവും ഇപ്പോൾ ഇവിടെയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായി പോകാമായിരുന്നു. അങ്ങ് പാർത്ഥനെ ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. യുധിഷ്ഠിരൻ പറഞ്ഞു, സാത്യകി, എന്നെ കരുതി വിഷമിക്കേണ്ട. താങ്കൾ അർജുനൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇവിടെ ഭീമസേനനും ദൃഷ്ടദ്യുമ്നൻ, ഘടോൽക്കജൻ, ദ്രൗപദിയുടെ മക്കൾ, ദ്രുപദപുത്രന്മാർ, വിരാടർ, ദ്രുപദൻ, നകുല സഹദേവന്മാർ ഒക്കെ ഉണ്ട്. അവരെന്നെ സംരക്ഷിച്ചുകൊള്ളും. ഇവരെല്ലാം ഉള്ളപ്പോൾ ദ്രോണരും ദൃഷ്ടകേതുവും എന്നെ ഒന്നും ചെയ്യില്ല. സാത്യകി, ദ്രോണരെ വധിക്കാൻ പിറവിയെടുത്ത ദൃഷ്ടദ്യുമ്നൻ എൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ആചാര്യനിൽ നിന്നും എനിക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല. സാത്യകി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. അശ്വത്ഥാമാവും കൃപർ, കർണൻ തുടങ്ങിയവരെല്ലാം ചേർന്ന് ജയദ്രഥനെ വലയം ചെയ്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയായിരിക്കും. അയാളെ തേടിപ്പോയ പാർത്ഥൻ ഇപ്പോൾ 3 യോജനയോളം അകലെ എത്തിയിട്ടുണ്ടാവും. അവിടെ എത്താൻ എനിക്കധിക സമയം വേണ്ട. ജയദ്രഥൻ്റെ ജീവനെടുക്കും മുമ്പ് എനിക്കവിടെ എത്തണം. യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ സാത്യകി കൗരവസേനയുടെ അടുത്തേക്ക് പോയി. ധൃതരാഷ്ട്രർ ചോദിച്ചു, സഞ്ജയ, സാത്യകി പോയ ശേഷം എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത്? രാജാവേ, സാത്യകി പോയ ശേഷം ദ്രോണർ യുധിഷ്ഠിരന് നേരെ യുദ്ധം തുടങ്ങി. ദൃഷ്ടദ്യുമ്നനും വസുദാനനും ചേർന്ന് പാണ്ഡവസേനയെ നയിച്ചു. അവർ നമ്മുടെ സൈന്യത്തിന് നേരെ ആഞ്ഞടിച്ചു. തുല്യശക്തിയോടെ അങ്ങയുടെ സൈന്യവും ചെറുത്തുനിന്നു. അതിനായി കൗരവപക്ഷത്തെ മഹാരഥന്മാരെല്ലാവരും ഒത്തുചേർന്നു. രാജാവേ, ഇതേ സമയത്ത് കൗരവർക്ക് നേരെ സാത്യകി ആഞ്ഞടിച്ചു. അയാളുടെ ശരങ്ങളേറ്റ് നമ്മുടെ പക്ഷത്തെ 7 മഹാരഥന്മാർ കലപുരി പോയി. സാത്യകിയുടെ ശരങ്ങളേറ്റ് ഒട്ടേറെ സൈന്യങ്ങളും കുതിരകളും ചത്തുവീഴുകയും
രഥങ്ങൾ തകരുകയും ചെയ്തു. അവയിലെല്ലാം ഉണ്ടായിരുന്ന രാജാക്കന്മാരും സൂതന്മാർ, ഗജസൈനികർ ഒക്കെ കാലഗതി അടഞ്ഞു. സാത്യകിയുടെ മുന്നിലെത്താൻ സൈനികർ മടിച്ചു. സാത്യകി എന്ന് കേൾക്കുമ്പോൾ തന്നെ സൈന്യം തിരിഞ്ഞോടാൻ തുടങ്ങി. ഇപ്രകാരം എല്ലാം തകർത്തുകൊണ്ട് അർജുനൻ പോയ വഴിയിലൂടെ മുന്നേറിയ സാത്യകിയെ ദ്രോണാചാര്യരെത്തി തടഞ്ഞു. സാത്യകിയുടെ ആക്രമണത്തിൽ ദ്രോണരുടെ രഥത്തിൽ പൂട്ടിയിരുന്ന കുതിരകളും അതിൻ്റെ സാരഥിയും അവശനിലയിലായി. ദ്രോണർ സാത്യകിയെ ശരങ്ങൾ കൊണ്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇടോ, തൻ്റെ ഗുരു ഒരു ഭീരുവിനെ പോലെ വടക്കളം വിട്ടോടിപ്പോയി. എന്നോട് യുദ്ധം ചെയ്യാനാണ് തൻ്റെ ഭാവമെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്നും തനിക്ക് പോകാൻ കഴിയില്ല. കാലപുരിക്കായിരിക്കും തൻ്റെ യാത്ര. അപ്പോൾ സാത്യകി പറഞ്ഞു, ആചാര്യ, ധർമ്മപുത്രരുടെ ആജ്ഞപ്രകാരം ഞാൻ അർജുനനെ സഹായിക്കാൻ പുറപ്പെട്ടതാണ്. അതിനാൽ എനിക്കിവിടെ നിൽക്കുവാൻ സമയമില്ല. അതുകൊണ്ട് എൻ്റെ ഗുരു പോയതുപോലെ ഞാനും പോകുകയാണ്. രാജാവേ, ആചാര്യനെ വിട്ട് മുന്നേറിയ സാത്യകിയെ കൃതവർമ്മൻ തടഞ്ഞു. പക്ഷേ സാത്യകിയുടെ ശരമേറ്റ് കൃതവർമ്മൻ്റെ തേർക്കൊടി മരം മുറിഞ്ഞു വീഴുകയും സാരഥി കൊല്ലപ്പെടുകയും ചെയ്തതോടെ കൃതവർമ്മൻ്റെ കുതിരകൾ വിരണ്ട് ലക്ഷ്യമില്ലാതെ പാഞ്ഞു. കൃതവർമ്മൻ കടിഞ്ഞാനെടുത്ത് കുതിരകളെ നിയന്ത്രണത്തിലാക്കുമ്പോഴേക്കും സാത്യകി ബഹുദൂരം മുന്നേറിയിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.